ട്രോളിംഗ് നിരോധനം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് ഇക്കാലയളവിലേക്കായി അനുവദിച്ച സൗജന്യ റേഷൻ ഇനിയും കിട്ടിയിട്ടില്ല. റേഷൻ കടകളിൽ അരി എത്തിയിട്ടില്ല എന്നാണ് കടയുടമകളുടെ വാദം. ഇതോടെ മത്സ്യമേഖല പൂർണ്ണമായും വറുതിയിലേക്ക് നീങ്ങുകയാണ്. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വന്നതോടെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയുടെ വക്കിലായിരുന്നു. നിരോധന കാലയളവിൽ അനുവദിച്ച സൗജന്യ റേഷൻ ഇപ്പോഴും റേഷൻ കടകളിൽ പൂർണ്ണമായും എത്തിയിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യബന്ധന മേഖലയായ കൊല്ലം, നീണ്ടകര, ശക്തികുളങ്ങര മേഖലകളിൽ തൊഴിലാളികൾ ഇതോടെ ദുരിതത്തിലാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ കടലുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. ഇത് ഇല്ലാതെ വരുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞു പോകുന്ന മാതിരിയാണ്. പ്രത്യേകിച്ചും നീണ്ടകര, ശക്തികുളങ്ങര, ഈ തീരദേശത്ത് താമസിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയ ദുരന്തം തന്നെ. കഴിവതും ഈ 60-50 ദിവസം നമ്മൾ നീണ്ടു പോകുന്നതിനൊക്കെ നല്ലത് ഈ മാസങ്ങൾ മാറ്റി ഏതെങ്കിലും നമ്മുടെ ഈ തീരദേശത്ത് ജീവിക്കുന്നവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അതിന് മാസങ്ങൾ മാറ്റണം. ഇപ്പോൾ ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ഈ കടലിലുള്ള സമയത്ത് പോയി ദുരിതമാണ്. ഒരു ബോട്ട് മറിഞ്ഞു പോയി. ഇപ്പം ബോട്ട് പോകുന്നില്ല. അങ്ങനെ വള്ളത്തിലൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവിക്കുന്നു. റേഷൻ ഇവിടെ നിന്നും ആർക്കും കിട്ടാറില്ല. അത് ചില ആൾക്കാർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. ഇതാണ് അവസ്ഥ. ഇതിൽ നിന്നൊന്നും സർക്കാരിൽ നിന്നൊന്നും യാതൊന്നും പ്രതീക്ഷിക്കേണ്ട. അവർക്ക് തരാനുള്ള കപ്പാസിറ്റിയും ഇല്ല. ഇനി ഏത് പാർട്ടിക്ക് മറ്റേത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ടിരുന്ന ഇവർ കയറിയ ശേഷം പിന്നെ പരമാനന്ദ സുഖം ഉള്ള അവർക്ക് തന്നെ തിന്നാനും എടുക്കാനുള്ള സാധനമില്ല. പിന്നെ ഈ പാവപ്പെട്ടവരെ ആരും തരാനാണ്. പക്ഷേ ആരും തരാൻ. കഴിഞ്ഞ വർഷം അനുവദിച്ച റേഷൻ പോലും ഇനിയും എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. ക്ഷേമ പെൻഷൻ ലഭിക്കാതായിട്ട് മാസങ്ങളായി. മത്സ്യത്തൊഴിലാളി സമ്പാദ്യപ്രകാരമുള്ള വിഹിതവും വൈകുകയാണ്. ഇങ്ങനെ നീളുകയാണ് ഇവരുടെ പ്രതിസന്ധി. ന്യൂസ് മലയാളം, കൊല്ലം.